ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം ആരംഭിച്ചിട്ട് 2 ആഴ്ചയാകുന്നു. ഇതിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ട് 5 ദിവസമായി. കസ്റ്റഡിയിൽ കിട്ടിയിട്ട് 4 ദിവസമായി. ഇപ്പോഴും അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ആകെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും ഭൂമി ഇടപാടിന്റെ രേഖകളും മാത്രമാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. അതേസമയം ശബരിമല സന്നിധാനത്ത് നിന്ന് തട്ടിയെടുത്തുകൊണ്ടുപോയ സ്വർണം ഇതുവരെ തിരിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതെവിടെയെന്ന് സംബന്ധിച്ചുള്ള ഊഹവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കരുവാക്കി എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റു പ്രതികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അതിൽ മുരാരി ബാബു അടക്കമുള്ളവർ പെടും. ഇവർക്കെല്ലാം ഉന്നത രാഷ്ട്രീയ സാമുദായിക ബന്ധമുള്ളവരാണ്. ഈ പ്രതികളെ ഒന്നും ഇതുവരെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ കഴിയുന്ന പ്രതികളാണ് ഇവരിൽ ഓരോരുത്തരും. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലും ഹൈദരാബാദിലുമൊക്കെ കുറച്ച് ഗൂഢസംഘങ്ങളുണ്ട്. അതിൽ കൽപേഷ്, നാഗേഷ് എന്നീ പേരുകൾ എല്ലാവരും അറിഞ്ഞതാണ്. അതിനൊപ്പം തന്നെ CK വാസുദേവൻ എന്നയാളാണ് പീഠം ഒളിപ്പിച്ചു വെച്ചത്. എന്നാൽ ഇവരെ ആരെയും കേന്ദ്രീകരിച്ച് ഇതുവരെ അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇവരെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനോ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനൊപ്പം കേസിൽ പ്രധാനപ്പെട്ട ആരോപണ സ്ഥാനത്ത് നിൽക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അവരെയും ഇതുവരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എല്ലാം ഒതുക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണോ നടക്കുന്നത് എന്നുള്ള സംശയം ഉയരുന്നത്. ഉന്നത തലങ്ങളിലേക്ക് ഈ അന്വേഷണം പോകില്ല എന്നുള്ള ആരോപണവും ഇതിനകം ഉയർന്നു കഴിഞ്ഞു.